ഹായ്, നമ്മുടെ വാട്സപ്പ് കാറ്റലോഗ് നമ്പറും ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് താണ്ട് ഒരു ഇൻവിസിബിൾ നെക്ലേസിൻ്റെ ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു മാംഗോ പെൻഡൻറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് സൈഡിലായിട്ട് കൊടുക്കാനായിട്ട് മൾട്ടി കളറായിട്ടുള്ള രണ്ട് സ്മോൾ മാംഗോയുടെ പെൻഡൻറ്റ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇത് കുറച്ചും കൂടി ബിഗായിട്ടുള്ള ബോളാണ്, ഇത് ഒരെണ്ണം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഇൻവിസിബിൾ നെക്ലേസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻവിസിബിൾ ഈ ഒരു നെക്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതല്ലാതെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യും. അതല്ലെങ്കിൽ 16 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇഞ്ചസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിപ്പോൾ 16 ഇഞ്ചാണ്. 16 ഇഞ്ച് എടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് എടുക്കാം, കാരണം അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു ഗിയർ ലോക്ക് ഇടുന്ന സമയം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് എടുക്കാം. കറക്റ്റ് അളവിൽ തന്നെ എടുക്കാതെ കുറച്ചും കൂടി അധികമായിട്ട് എടുക്കാം. അപ്പോൾ അതാ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു മാംഗോ പെന്നിൻ്റെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 3 ഹോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്കറായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മെറ്റീരിയൽ ഈ ഒരു ലോക്കറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടി ചെയ്യാം. ഇനി നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് സൈഡിലും ഓരോ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മളിത് ഗിയർ ലോക്ക് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടുന്ന് മൂവ് ആവത്തില്ല. അപ്പോൾ നമ്മൾ ഗിയർ ലോക്ക് ഇടുന്ന സമയത്ത് ലൂസാക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ലൂസായി പോവും, ടൈറ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും ഓരോരോ ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ലോക്ക് ചെയ്യാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇനി നമുക്കിത് ലോക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റായിട്ടൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ജമ്പറും കൂടി ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
അതവിടെ ഇരിക്കും. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതുപോലൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഫിഷ് ഹുക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വലിച്ചെടുക്കുക. ഇനി നമ്മൾ സൈസ് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിതാ രണ്ടും ഒരേ സൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനെന്താ നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തേ. ഇനി നമുക്കിതാ ഈ ബാലൻസ് വന്നിരിക്കുന്ന ഈ ഒരു വയർ വന്നിട്ട് കട്ട് ചെയ്ത് വിടാം. ഓക്കെ, അപ്പുറത്തെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് വരുന്നത് 200 റുപ്പീസാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. 3 to 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അഡ്രസ്സിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ മെറ്റീരിയൽ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മെറ്റീരിയൽ കൂടി ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും വരുന്ന വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.